السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമുള്ള പ്രഭാതവും സംതൃപ്തിയുള്ള പ്രദോഷവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകമായ സുരക്ഷയും കാവലും നൽകി അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. ആപത്ത്, മുസീബത്തുകൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, മാറാവ്യാധികൾ, സർവ്വ ദുഃഖങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ സന്തോഷകരമായ ഒരു പ്രഭാതത്തിലാണ് നാം ഇന്നുള്ളത്. മുഹമ്മദുൻ സീനത്തുദ് ദുനിയാ വബഹ്ജത്തുഹാ, മുഹമ്മദുൻ കാശിഫുൽ ഗുമ്മാതി വദ്ദുലമി, മുഹമ്മദുൻ ദിക്റുഹു റൗഹുൻ ലിഅൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. നമ്മുടെ കരളിന്റെ തുടിപ്പും കണ്ണിന്റെ കുളിർമയും ഹൃദയത്തിന്റെ സ്പന്ദനവുമായ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1495-ാമത് ജന്മവാർഷികത്തിന്റെ മഹത്തായ സുദിനങ്ങളിലൂടെ ഈ പ്രഭാതം പൊട്ടിവിടരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ട രൂപത്തിൽ സ്നേഹിക്കാനും അനുകരിക്കേണ്ട രൂപത്തിൽ അനുകരിക്കാനും മഹാഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. 1495 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവായ പരിശുദ്ധ മക്കയിൽ അബ്ദുള്ള എന്നവരുടെയും ആമിന എന്ന മഹദിയുടെയും പൊന്നോമന പുത്രനായി പിറവിയെടുക്കുകയും ചരിത്രത്തിന്റെ സമ്പൂർണ്ണ വെളിച്ചത്തിൽ ലോകാവസാനം വരെ തിളങ്ങി നിൽക്കുകയും ചെയ്യുന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ലോകത്തിന്റെ കാരുണ്യമാണ്, ലോകത്തിന്റെ ഐശ്വര്യമാണ്, മാനവരാശിയുടെ പ്രതീക്ഷയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അവിടെ ജന്മം കൊണ്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കാർക്കും ഇന്ന് കാണുന്ന വെളിച്ചവും സന്തോഷവും ലഭിക്കില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയുന്ന പരമാർത്ഥമാണ്. മാനവരാശിക്കാകമാനം വഴികാട്ടിയ ഒരു ചരിത്ര പുരുഷൻ ലോകത്തിലുണ്ടെങ്കിൽ ആ ചരിത്ര പുരുഷൻ മഹാനായ മുഹമ്മദ് നബി മാത്രമാണ് എന്ന് ബുദ്ധിയുടെയും യുക്തിയുടെയും വെളിച്ചത്തിൽ തെളിയിക്കാൻ കഴിയുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ ഇന്നും മായാതെ മങ്ങാതെ ലോകത്ത് തന്നെ നിൽക്കുകയാണ്. ലോകത്ത് എത്ര ചരിത്ര പുരുഷന്മാരുണ്ട്, എത്ര മഹാവ്യക്തികളുണ്ട്, എത്ര നേതാക്കളുണ്ട്. പക്ഷേ അവരെയൊക്കെ അവരുടെ അനുയായികൾ സ്മരിക്കുന്നതും ഓർക്കുന്നതും ചില പ്രത്യേകമായ സമയത്തിലാണ്. അവരെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ വ്യക്തമായ രേഖയോ ചരിത്ര പിന്തുണയോ സമർപ്പിക്കാൻ കഴിയാതെ പലരും നട്ടം തിരിയുമ്പോൾ പ്രവാചക ശ്രേഷ്ഠർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63 വർഷത്തെ സംഭവബഹുലമായ ജീവിതം ഓരോ നിമിഷവും ചരിത്രത്തിൽ സംശയങ്ങൾക്കിടമില്ലാത്ത വിധം തങ്കലിപികളാൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. പ്രവാചകരുടെ കുടുംബം, ജനനം, കുട്ടിക്കാലം, കൗമാരം, ബാല്യം, വാർദ്ധക്യം, യുവത്വം തുടങ്ങി ജീവിതത്തിലെ സർവ്വരംഗങ്ങളും ചരിത്രം ഒപ്പിയെടുത്ത് ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മഹാമനീഷിയെ ആർക്കാണ് ലോകത്ത് സമർപ്പിക്കാൻ കഴിയുക?
മുസ്ലിം സമുദായം മഹാനായ നബി തങ്ങളോടുള്ള സ്നേഹവും ആദരവും ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷത്തിലും അള്ളാഹുവിനെ എവിടെ പറയപ്പെടുന്നുവോ അവിടെയൊക്കെ മഹാനായ പ്രവാചകനെ സ്മരിച്ചുകൊണ്ട് കാലം മുന്നോട്ട് നീങ്ങുകയാണ്. കൂലങ്കഷമായി നാം ചിന്തിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തെ ഉരുണ്ട ഗോളമായി പടച്ചതുപോലും മഹാനായ പ്രവാചകൻ ലോകത്ത് അനുദിനം സ്മരിക്കപ്പെടാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഹമ്മദ് എന്ന പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടാത്ത, പറയപ്പെടാത്ത, സ്മരിക്കപ്പെടാത്ത ഒരു നിമിഷം പോലും ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. ലോകത്തിന്റെ സർവ്വ ദിക്കുകളിലും ഓരോ നിമിഷവും മുഹമ്മദ് എന്ന പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമ്പോൾ സത്യവിശ്വാസികളായ ആളുകൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ അഭിവാദനം ചെയ്തുകൊണ്ട് ആ മഹാമനുഷ്യയെ സ്മരിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ സർവ സന്തോഷങ്ങളും ആ മനുഷ്യയെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങളെക്കാൾ, നമ്മുടെ മറ്റുള്ളവരെക്കാളൊക്കെ നമുക്ക് ആശയവും ആവേശവും നൽകുന്നത് ആ പരിശുദ്ധ പ്രവാചകനെ കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ്. നാം നമ്മുടെ പ്രദോഷമാണെങ്കിലും പ്രഭാതമാണെങ്കിലും പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഓരോ നിമിഷവും അവിടത്തോട് കടപ്പെട്ടുകൊണ്ടും ബന്ധപ്പെട്ടുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മഹാകവി പറയുന്നു, മുഹമ്മദുൻ സീനത്തുദ് ദുനിയാ വ ബഹ്ജത്തുഹാ മുഹമ്മദുൻ കാശിഫുൽ ഗുമ്മാത്തി വല്ലുലമി. ഭൗതിക ലോകത്തിന്റെ സർവ്വ സന്തോഷങ്ങളും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏത് ദുഃഖത്തിലും ഏത് വിഷമഘട്ടത്തിലും നമുക്ക് സഹായം എത്തിക്കുന്നത്, നമുക്ക് സന്തോഷം പകരുന്നത് ആ പ്രവാചകനെ കുറിച്ചുള്ള സ്മരണയാണ്. മുഹമ്മദുൻ ദിക്റുഹു റൗഹുൻ ലി അൻഫുസിന. നമ്മുടെ ശരീരത്തിന് എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും ആ മഹത്തായ സ്മരണ നമുക്ക് സന്തോഷം പകരുന്നു. മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. മാനവരാശി ഓരോ നിമിഷത്തിലും ആ മഹത്തായ പ്രവാചകനോട് കടപ്പെട്ടിരിക്കുകയാണ്. ആ പ്രവാചകനോട് നന്ദി പ്രകാശിപ്പിക്കാതെ, നന്ദി രേഖപ്പെടുത്താതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അന്ധകാര നിമിടമായ ഒരു ലോകത്ത് നിന്നും വെളിച്ചത്തിന്റെ, സന്തോഷത്തിന്റെ, കാരുണ്യത്തിന്റെ, പ്രതീക്ഷയുടെ ലോകത്തേക്ക് നമ്മെ വഴി നടത്തിയ ആ മഹാനായ പ്രവാചകനോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടാൻ, ആ മഹാനവറുകളുടെ ശഫാഅത്ത് ലഭിക്കാൻ, ആ മഹത്തായ കരം കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ, എന്തിലുപരി സ്വർഗ്ഗലോകത്ത് സംഗമിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ഭാര്യസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, ബന്ധപ്പെട്ട എല്ലാവർക്കും സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി